കടന്നിട്ടോ ചില കെമിക്കലുകൾ പുറപ്പെടുവിച്ചിട്ടോ ഒക്കെ പല രീതിയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജീവികളുണ്ട്. എന്നാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പന്ത് പോലെ ഉരുണ്ടു പോണ ഒരാളുണ്ട്. അയാളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. കൂട്ടത്തിൽപ്പെട്ട മില്ലിപ്പേഡ് എന്ന പേരുള്ള ജീവിയാണിത്. നമ്മുടെ നാട്ടിൽ ഇതിനെ പന്തട്ട, ഉണ്ടത്തേരട്ട, തൊട്ടുണ്ട, പാക്കട്ട, കണിയട്ട, ആവി, കാട്ടാന എന്നിങ്ങനെ പല പേരുകളുണ്ട്. തേരട്ട എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ചുവപ്പും കറുപ്പും നിറമുള്ള ഒരുപാട് കാലുകളോട് കൂടി ട്രെയിന് പോലെ ഓടിപ്പോണ ഇയാളാവും. ഇത് തേരട്ടുള്ള റസ്റ്റി മില്ലിപ്പേഡ് എന്നൊരു ഇനാണ്. കട്ടിയുള്ള പുറഞ്ചട്ടോട് കൂടിയ 10-13 സെഗ്മെന്റുകൾ കൂടി ചേർന്നതാണ് പന്തട്ടയുടെ ശരീരം. ഓരോ സെഗ്മെന്റുകളിലും 2 പേര് കാലുകൾ വീതം ഇവയ്ക്കുണ്ടാവും. അതായത് ഒരു സാധാരണ പന്തട്ടയ്ക്ക് 40-ലധികം കാലുകൾ ഉണ്ടാവും. മില്ലിപ്പേഡ് എന്ന പേര് മില്ലി, പേഡ് എന്നീ 2 ലാറ്റിൻ വാക്കുകളിൽ നിന്ന് വന്നതാണ്. മില്ലി എന്ന് പറഞ്ഞ 1000 എന്നും പേഡ് എന്ന് പറഞ്ഞ കാല് എന്നുമാണ് അർത്ഥം. ശത്രുക്കളെ ആക്രമിക്കാൻ വന്നാൽ ഇവര് ഗുളികയുടെ രൂപത്തിൽ ചുരുണ്ട് പന്ത് പോലെ കിടക്കും. വോൾവേഷൻ എന്നാണ് ഈ സൂത്രപ്പണിയുടെ പേര്. ചുരുളുമ്പോൾ ഇവയുടെ തലയും കാലുകളും മറ്റു സോഫ്റ്റായ ഭാഗങ്ങളും ഒക്കെ ആ പന്തിൻ്റെ ഉൾഭാഗത്തേക്ക് പോവും. കട്ടിയുള്ള പുറന്തോട് മാത്രമേ ആ സമയത്ത് പുറത്ത് കാണുള്ളൂ എന്നുള്ളതുകൊണ്ടും ഉരുണ്ടുരുണ്ട് പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടും ശത്രുക്കൾക്ക് അത്ര എളുപ്പത്തിൽ ഇവരെ പിടിച്ചു തിന്നാൻ പറ്റില്ല. അഴുകി തുടങ്ങിയ ഇലകള്, മരക്കഷ്ണങ്ങള്, ചെടികളുടെ അവശിഷ്ടങ്ങള് മുതലായവയാണ് ഇവരുടെ ഭക്ഷണം. ഇത്തരം വസ്തുക്കൾ കഴിച്ച് അവ ദഹിപ്പിച്ച് വിസർജനം ചെയ്യുക വഴി മണ്ണിന്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് ഇവയ്ക്ക് നല്ല പങ്കുണ്ട്. ആൺപന്തട്ടകള് ശരീരത്തിലെ ചില ഭാഗങ്ങള് പ്രത്യേക രീതിയിൽ ഉരച്ചുകൊണ്ട് ശബ്ദം ഉണ്ടാക്കിയാണ് ഇണയെ ആകർഷിക്കുക. പക്ഷേ രസം എന്താച്ചാ പെൺപന്തട്ടകൾക്ക് ഈ ശബ്ദം കേൾക്കാൻ വേണ്ട ചെവിയൊന്നുമില്ല. പെൺപന്തട്ടകളുടെ ശരീരത്തിൽ ചില പ്രത്യേക തരം രോമങ്ങളാണ് ഈ ശബ്ദം തിരിച്ചറിയാൻ അവരെ സഹായിക്കുക. മറ്റ് ഇൻസെക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് വലിപ്പം കൂടുതലുള്ള മുട്ടകളാണ് ഇവരിടാറ്. ഇട്ട മുട്ട നനവുള്ള മണ്ണിൽ കുഴിച്ചിടാണ് ഇവരുടെ പതിവ്. മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുട്ടികൾക്ക് വലിയവരുടെ അത്ര ബോഡി സെഗ്മെന്റുകളോ കാലുകളോ ഉണ്ടാവില്ല. പിന്നീട് വളരുമ്പോൾ ഓരോ മോൾട്ടിങ് കഴിയുമ്പോഴും ബോഡി സെഗ്മെന്റുകളുടെയും കാലുകളുടെയും എണ്ണം കൂടി വരും. വേനൽക്കാലത്ത് വരൾച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ പന്ത് പോലെ ചുരുണ്ട് ഭക്ഷണം കഴിക്കലൊക്കെ കുറച്ച് ഒരു തരം ഉറക്കത്തിലേക്ക് ഇവര് പോവും. എസ്റ്റിവേഷൻ എന്നാണ് ഇതിനെ പറയാം. തണുപ്പ് കാലത്ത് ഇതേ പരിപാടി ചെയ്യണ ജീവികളുണ്ട്. ആ പരിപാടിയെ ഹൈബർനേഷൻ എന്നും വിളിക്കും. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഒന്നടങ്ങി ഒതുങ്ങി ജീവിച്ച് സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോൾ ഉണർന്നെഴുന്നേറ്റ് മുന്നോട്ട് പോണത് നമ്മളും കണ്ടു പഠിക്കേണ്ടതാണ്.